സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ പഞ്ചായത്ത് തല കൺവെൻഷൻ സെമിനാറാണ് നടക്കുന്നത്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ബ്ലോക്ക് തലത്തിലൊക്കെ സെമിനാറുകൾ കഴിഞ്ഞു. പഞ്ചായത്ത് തല സെമിനാറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് ബ്ലോക്കിന്റെ കീഴിലുള്ള മിക്ക പഞ്ചായത്തുകളിലും സെമിനാറുകൾ നടന്നു. നമ്മുടെ അഗളി ബിആർസിയുടെ കീഴിലുള്ള ആദ്യത്തെ സെമിനാറാണ് ഇവിടെ. നമുക്ക് പുതിയ പഞ്ചായത്തിലും അതുപോലെ അഗളി പഞ്ചായത്തിലാണ് സെമിനാർ നടക്കാനുണ്ട്. ഇത് നേരത്തെ 23-ാം തീയതി നിശ്ചയിക്കപ്പെട്ടിരുന്ന ഒരു സെമിനാർ ആയിരുന്നു. അന്ന് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ മാറ്റി വെച്ചു. അപ്പോൾ നമ്മളിവിടെ പങ്കെടുക്കേണ്ടിരുന്നത് ജനപ്രതിനിധികൾ, ഭരണസമിതിയിലെ അംഗങ്ങൾ, അതുപോലെ PTA പ്രസിഡന്റുമാർ, NTA പ്രസിഡന്റുമാർ, അതുപോലെ SRG കൺവീനർമാർ തുടങ്ങിയ ആളുകളാണ് പങ്കെടുക്കേണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ 2014 വന്ന സർക്കാരിന്റെ കീഴിൽ നടത്തിയ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതായത് കിഫ്ബി ഫണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന പ്രോഗ്രാമിലൂടെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പോൾ അതിനനുസരിച്ച് അതുപോലെ കൈറ്റിന്റെ നേതൃത്വത്തിലെ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ ലാബുകൾ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, വലിയ കെട്ടിടങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടായി. അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ ഗുണനിലവാരവും അക്കാദമിക് ഗുണനിലവാരവും മെച്ചപ്പെടേണ്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി ഈ വർഷം മുതൽ നമ്മൾ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി എന്ന പുതിയ സംരംഭത്തിന് സർക്കാർ നേതൃത്വം നൽകുകയാണ്. അപ്പോൾ അടുത്ത അധ്യയന വർഷത്തില് നമുക്ക് അറിയാം, നമ്മുടെ സ്കൂളുകളിലെ കുട്ടികൾക്ക് നേടേണ്ട എല്ലാ ശേഷികളും നേടി അവരെ പരമാവധി എല്ലാ മികവുകളും ഓരോ സ്കൂളുകളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി. ഈ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ കൂടുതൽ വിശദീകരണങ്ങൾ BRC മറ്റുള്ളവർ വിശദീകരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കടക്കുകയാണ്. ഈ ചടങ്ങിന് നമ്മുടെ വിദ്യാഭ്യാസ ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് രാമമൂർത്തി അവர்களാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വഹിക്കുന്നത് ജാഥാവുകളാണ്. അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ഗുണമേന്മ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് നമ്മുടെ അഗളി DPC ആയ അദ്ദേഹത്തെ യോഗത്തിലേക്ക് അതമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന വിജയ് സാർ, പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള വിജയ് സാർ, അതുപോലെ രാധാകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നേതാവുമാരി, ശാലിനി മെമ്പർമാരല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ ഇവരെല്ലാവരെയും ഈ യോഗത്തിലേക്ക്, അസിസ്റ്റന്റ് സെക്രട്ടറി, എല്ലാവരെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ കൂടിയിട്ടുള്ള ജനപ്രതിനിധികൾ, അതുപോലെ വിവിധ സ്കൂളുകളിൽ പ്രഥമ അധ്യാപകർ, SRG കൺവീനർമാർ, PTA പ്രസിഡന്റുമാർ, NTA പ്രസിഡന്റുമാർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ജാഥ